അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പീസ് റേഡിയോ ആരോഗ്യ വിചാരം പങ്ക്തിയിലേക്ക് നിങ്ങളേവരെയും സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. ആരോഗ്യ വിചാരം പങ്ക്തിയിൽ നമ്മോടൊപ്പം വന്നിട്ടുള്ളത് ബഹുമാന്യനായ ഡോക്ടർ ഫവാസ് യൂസഫാണ്. അദ്ദേഹം അബീർ മെഡിക്കൽ ഹോസ്പിറ്റലിലെ ഫിസിഷ്യനാണ്. അദ്ദേഹത്തെ നിങ്ങളെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് വളരെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. ഡോക്ടർ, നമുക്കിന്ന് ഏതാനും ചോദ്യങ്ങൾക്ക് ഉള്ള മറുപടിയാണ് ഈ ഒരു പങ്ക്തിയിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്നത്. ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നേ, പണ്ടൊക്കെ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങളൊക്കെ ഒരസുഖം വന്ന ആളാണ് ഡോക്ടറെ അടുത്തേക്ക് പോകാറ്. പക്ഷേ ഇന്നൊക്കെ നമ്മൾ കാണുന്നത് അസുഖം വരാതിരിക്കാനും മറ്റുള്ള ടെസ്റ്റുകൾക്കൊക്കെ ആയിട്ട് പോകുന്നു. അപ്പോൾ കാലങ്ങളിങ്ങനെ മാറുന്നതിനനുസരിച്ചിട്ട് ഈ ഒരു മാറ്റം പൊതുവെ ഇങ്ങനെ സംഭവിക്കാനുള്ളൊരു മുഖ്യമായ കാരണം എന്തായിരിക്കും? ആദ്യമായിട്ട് എനിക്കിങ്ങനൊരു അവസരം തന്ന പീസ് റേഡിയോ ഒരുപാട് നന്ദി രേഖപ്പെടുത്തുകയാണ്. അറിയാം, നമുക്ക് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ആൾക്കാർ ഇന്ന് അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ശ്രമിക്കുന്നത്, കൂടുതൽ ഡോക്ടറെ കാണുന്നത്. ഒരു ബേസിക്കായ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ, നമ്മുടെ പഴയ നിങ്ങളുടെ കാലം അതുപോലെ നമ്മുടെ ഈ ഒരു ആധുനിക കാലത്തുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഭക്ഷണം കൊണ്ടുള്ള രോഗങ്ങൾ വളരെ കൂടി വരുന്നൊരു സ്ഥിതിവിശേഷമുണ്ട്. അതിലൊന്ന് കാരണം എന്ന് പറഞ്ഞാൽ, പണ്ട് കാലത്ത് നമുക്ക് ഭക്ഷണം കിട്ടുന്നത് കുറവാണ്. നമ്മുടെയൊക്കെ ഉമ്മയും ഉപ്പയൊക്കെ പറയുന്നത് നമുക്കറിയാം. അതുപോലെ ഇന്ന് ലോകത്തിലെവിടെ കിട്ടുന്ന ഭക്ഷണം ഇന്ന് നമ്മളെ കിച്ചണിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അൽഹംദുലില്ലാ. അതാണ് ഇന്നത്തെ ഒരു വ്യത്യാസം. അതുകൊണ്ട് ഒന്ന് ഈസി അവൈലബിലിറ്റി, പിന്നെ അതുപോലെ അത് വാങ്ങാനുള്ള ആളുകൾക്കുള്ള കപ്പാസിറ്റിയും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇഷ്ടംപോലെ നല്ല ഭക്ഷണങ്ങൾ ധാരാളമായിട്ട് കഴിക്കുന്ന രീതികൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവിടെ ചെറിയൊരു മാറ്റം വരുത്തണം. ഭക്ഷണം കിട്ടുന്നത് അൽഹംദുലില്ലാ ഹൈറാണ്, അല്ലേ? എല്ലാ ഭക്ഷണം കിട്ടുക എന്നുള്ളത് ഹൈറാണ്. പക്ഷേ നമ്മൾ കഴിക്കുന്ന രൂപത്തിലും അല്ലെങ്കിൽ കഴിക്കുന്ന ക്വാണ്ടിറ്റിയിലൊക്കെ ഒരു മാറ്റം വരുത്തണം എന്നതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതുമാത്രമല്ല, ഈ ഭക്ഷണം കൊണ്ടാണ് ഏകദേശം 60-70% രോഗങ്ങളും, അതായത് ജീവിതശൈലി രോഗങ്ങളുടെ ഒരു പ്രധാന കാരണം ഭക്ഷണമാണ്. നമുക്ക് അതിലേക്ക് വരാം. നമുക്ക് ഇവിടെ ആളുകൾ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്താണ് എല്ലാവരും ഇങ്ങനെ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യാൻ ആവശ്യമുണ്ടോ? ഇപ്പോൾ പണ്ടൊക്കെ നമ്മൾ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിലാണ് ചെക്ക് ചെയ്യാറ്. ഇതങ്ങനെയല്ല, കൊളസ്ട്രോൾ ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് ചെക്ക് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ എന്താണ് അങ്ങനെ വരാൻ കാരണം? അതിൽ ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ, കൊളസ്ട്രോളാണ് പല പ്രശ്നങ്ങൾക്ക് ഇന്ന് നമ്മുടെ കേരളത്തിലൊക്കെ ഒരു കാരണം. എന്ത് പറഞ്ഞു വെച്ചാൽ, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് ഒരു പ്രധാന കാരണം കൊളസ്ട്രോൾ തന്നെയാണ്. കാരണം ആ കൊളസ്ട്രോൾ എന്ന് പറഞ്ഞ സാധനമാണ് നമ്മുടെ ശരീരത്തിലെ രക്തക്കുഴലുകൾ പോയി അടിഞ്ഞ് അവിടെ രക്തത്തിൽ നീർക്കെട്ടുണ്ടാക്കി പിന്നീട് ബ്ലോക്ക് അങ്ങനെയുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നത്. പിന്നെ അതുപോലെ ഫാറ്റി ലിവർ എന്ന് പറഞ്ഞ പ്രശ്നങ്ങൾ, ഇതൊക്കെ കാരണമാണ് ആൾക്കാർ. അല്ലാതെ കൊളസ്ട്രോൾ കൊണ്ട് ഒരാൾ മരിക്കില്ല. ഇല്ല, കൊളസ്ട്രോൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് അസുഖങ്ങളിലേക്ക് ആൾക്കാരെ എത്തിക്കുന്നത്. കൊളസ്ട്രോളിൽ പിന്നെ 2 തരം കൊളസ്ട്രോളുകളെ പറ്റിയാണ് ആൾക്കാർ സംസാരിക്കാറ്. ഒന്ന് നല്ലത്, ചീത്തത്. ഈ നല്ലതും ചീത്തതും എങ്ങനെ, ഈ കൊളസ്ട്രോളിൽ നമുക്ക് നല്ലത് എന്താണ്, ചീത്തത് എന്താണെന്നൊന്ന് പറഞ്ഞാവോ? അത് ബേസിക്കലി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെൻസിറ്റി വെച്ചിട്ടാണ് ആൾക്കാർ പറയുന്നത്. മീൻസ് സയൻറ്റിഫിക്കലി അത് ലോ ഡെൻസിറ്റി ലിപ്പിഡ്, ഹൈ ഡെൻസിറ്റി ലിപ്പിഡ്, അതാണ് ബേസിക്കലി. ഹൈ ഡെൻസിറ്റി ലിപ്പിഡാണ് നല്ല കൊളസ്ട്രോൾ. അത് നല്ല കൊളസ്ട്രോൾ എന്ന് പറയാൻ കാരണം അതിൻ്റെ വലിപ്പം വലുതാണ് ഒന്ന്. എന്നാൽ ലോ ഡെൻസിറ്റി കൊളസ്ട്രോൾ ആണെങ്കിൽ ചെറുതാണ്. അതായത് നമ്മളൊരു ക്രിക്കറ്റ് ബോളും അതുപോലെ നമ്മളൊരു ഫുട്ബോളുമായിട്ട് കമ്പയർ ചെയ്യുക. അപ്പോൾ ക്രിക്കറ്റ് ബോൾ ഒരു വാളിൽ എറിഞ്ഞിട്ടുണ്ടാക്കുന്ന ഡാമേജ്, അല്ലെങ്കിൽ ഒരാളുടെ മേത്തെറിഞ്ഞുണ്ടാക്കുന്ന ഡാമേജ് വളരെ കൂടുതലാണ് ഫുട്ബോൾ എറിഞ്ഞുണ്ടാക്കുന്ന ഡാമേജ്. അപ്പോൾ അതാണ് ആ രക്തക്കുഴലിൽ പോയി ചെറിയ ഈ ലോ ഡെൻസിറ്റി കൊളസ്ട്രോൾ പോയിട്ടാണ് ഈ പറയുന്ന എന്തുണ്ടാക്കുന്നത്, ഈ രക്തക്കുഴലിൽ ബ്ലോക്കുകൾ ഉണ്ടാക്കാനുള്ള ഒരു പ്രത്യേക കാരണം അതാണ്. ചീത്ത കൊളസ്ട്രോൾ ആണ് ഈ ലോ ഡെൻസിറ്റി കൊളസ്ട്രോൾ. അത് ഏറ്റവും കൂടുതലുള്ളത് ഫ്രൈഡ് ഐറ്റംസ്, അതുപോലെ നമ്മൾ ഈ പറഞ്ഞ പോലെ എണ്ണക്കടികൾ, അതുപോലെ അങ്ങനെയുള്ള കുറേ ഭക്ഷണങ്ങളാണ് കൂടുതൽ അത് കാണുന്നത് ഒന്ന്. പിന്നെ അതുപോലെ ഗുഡ് കൊളസ്ട്രോൾ, അതായത് HDL എന്ന് പറയുന്ന ഹൈ ഡെൻസിറ്റി ലിപ്പിഡ്, ആ സാധനം അതുള്ളത് ഈ പറഞ്ഞ നട്ട്സുകളിൽ, അതുപോലെ മറ്റ് പിസ്ത, ബദാം,
അതുപോലെ പല സാധനങ്ങളിലും അത് കാണാറുണ്ട്. ഇത് ഈ നല്ല കൊളസ്ട്രോൾ പിന്നെ വേണമെന്നാണോ അതോ നല്ല കൊളസ്ട്രോൾ കുറഞ്ഞാലാണ് അസുഖം വരിക? എങ്ങനെയത്? നല്ല കൊളസ്ട്രോളാണ് നമുക്ക് ഒരു പരിധിവരെ നമ്മൾ കൊളസ്ട്രോളിനെ നമ്മൾ രക്തത്തിൽ നിന്ന് ലിവറിലേക്ക് എത്തിച്ച് രക്തത്തിൽ കൊളസ്ട്രോളിനെ കുറക്കുന്നത്. നല്ല കൊളസ്ട്രോൾ. അതായത് എന്നാൽ ചെറിയ കൊളസ്ട്രോൾ അങ്ങനെയല്ല. ചെറിയ കൊളസ്ട്രോൾ നമ്മളെ ബോഡിയിലെ ഷുഗറുമായിട്ടും കമ്പൈൻ ചെയ്തിട്ടും അതുപോലെ രക്തത്തിലെ രക്തധമനികളുടെ മനിയ വാളുകളിൽ, അതായത് അതിൻ്റെ ഓരോ അറേൻ്റെ ഓരോ ഭാഗത്തുകൾ പോയി പറ്റിപ്പിടിച്ച് അവിടെ രക്തത്തിൽ നീർക്കെട്ടുണ്ടാക്കുക, രക്തക്കുഴലിൽ നീർക്കെട്ടുണ്ടാക്കുക, അതുപോലെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ചെറിയ കൊളസ്ട്രോളാണ്. ഈ കൊളസ്ട്രോൾ താനേ ഉണ്ടാവുമോ അതോ കൊളസ്ട്രോൾ ഒരാളുടെ ശരീരത്തിലെ കൊളസ്ട്രോൾ താനെ ഇൻബോണായിട്ട് ഉണ്ടാവുന്നതാണോ അതോ നമ്മൾ ഭക്ഷണം കൊണ്ട് മാത്രമാണോ ഈ കൊളസ്ട്രോൾ വരുന്നത്? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചില ആൾക്കാരുടെ ജന്മനാൽ കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുതലായിരിക്കും. അതിന് പറയുന്നത് ഫെമിലിയൽ ഹൈപ്പർ കൊളസ്ട്രോളീമിയ എന്നാണ് പറയുക. അതായത് പാരമ്പര്യമായിട്ട് കിട്ടുന്നത്. അത് സം ജനറ്റിക് മ്യൂട്ടേഷൻസ് കാരണമാണ് നമ്മുടെ ബോഡിയിൽ അങ്ങനെ കൊളസ്ട്രോൾ ഉണ്ടാകുന്നത്. അവരുടെ കൊളസ്ട്രോൾ സംബന്ധിച്ചിടത്തോളം മറ്റ് ആൾക്കാരുടെ കാണുന്നതിനെ ബോഡിയിലേക്കാൾ വളരെ കൂടുതലായിരിക്കും. അത് ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ, ഇപ്പം സ്കിന്നുകളിൽ, അതുപോലെ പല സ്ഥലങ്ങളൊക്കെ ഡെപ്പോസിറ്റ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ നമ്മുടെ നാട്ടിൽ ഇന്ന് കൂടുതലായിട്ട് കാണുന്നത് അത് നമ്മുടെ ഭക്ഷണ രീതികൾ കൊണ്ടും അതുപോലെ നമ്മുടെ വ്യായാമക്കുറവുകൾ കൊണ്ട്, നമ്മളുടെ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ എന്നൊക്കെ പറയും, നമ്മൾ ഇന്ന് ഇങ്ങനെയാണല്ലോ. അപ്പോൾ അതൊക്കെ കൊണ്ട് ഉണ്ടാവുന്നതാണ് നമ്മുടെ നാട്ടിൽ കാണുന്ന കൂടുതൽ കൊളസ്ട്രോളിൻ്റെ ഒരു കാരണം. ഈ ആളുകൾ പറയാറുണ്ട് തടി കൂടി കഴിഞ്ഞാൽ കൊളസ്ട്രോൾ ഉണ്ടാവും, തടി ഇല്ലെങ്കിൽ കൊളസ്ട്രോൾ ഉണ്ടാവില്ല. അങ്ങനെ അതിലെന്തെങ്കിലും യാഥാർത്ഥ്യം ഉണ്ടോ? തടി ഒരാളുടെ വണ്ണം ഈ കൊളസ്ട്രോളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ? നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ ഫാറ്റി ആസിഡ്, അതാണ് അതിൻ്റെ കോമ്പൗണ്ട് ഫാറ്റി ആസിഡ്. അത് സാധാരണ നമ്മുടെ ഈ തടിയുള്ള ആൾക്കാർക്ക് പൊതുവേ ഫാറ്റിൻ്റെ ഡെപ്പോസിഷനാണ് ഈ തടി കൂടുതൽ നമുക്ക് കാണിക്കുന്നത്. എന്നാൽ മസിൽ ഗ്രോത്ത് ഉള്ളവർക്ക് മസിലിൻ്റെ ഗ്രോത്ത് കൊണ്ടാണ് തടി ഉണ്ടാകുന്നത്. ഈ ഫാറ്റ്, അതായത് നമ്മുടെ ഈ മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ആൾക്കാർക്ക് വയറ് ചാടുന്നത് അത് ഫാറ്റി ആസിഡാണ്, ഫാറ്റി ആസിഡിൻ്റെ ഡെപ്പോസിഷൻ. അതിൽ ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഷുഗറും കൊളസ്ട്രോളും വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. ഷുഗറാണ് ആക്ച്വലി കൊളസ്ട്രോളായി മാറുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ബോഡിയിൽ നമ്മൾ ഷുഗറുള്ള സാധനങ്ങൾ കൂടുതൽ കഴിക്കുമ്പോൾ, അതായത് ഈ പറഞ്ഞ സോഫ്റ്റ് ഡ്രിങ്ക് ആവട്ടെ, അല്ലെങ്കിൽ നമ്മൾ ഈ കുട്ടികൾ കഴിക്കുന്ന ചീസ്, ബർഗർ, അതുപോലെ സ്വീറ്റായ കുറേ സാധനങ്ങളുണ്ടല്ലോ, അങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കുമ്പോൾ നമ്മളെ ബോഡിയിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഷുഗർ വളരെ നല്ല, അതായത് ഷുഗർ സ്പൈക്ക് എന്ന് അതിന് പറയാം. ഷുഗർ സ്പൈക്ക് കൂടുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ ബോഡി ഒരു കാര്യം ചെയ്യുന്നത്, ആ ഷുഗറിനെ അതിനെ നമ്മൾ ലിപ്പിഡാക്കി ലിവറിൽ സ്റ്റോർ ചെയ്ത് ചെയ്യുക. അതായത് നമ്മുടെ ഇൻസുലിൻ എന്ന് പറഞ്ഞ ഹോർമോൺ ഈ പറയുന്ന ഷുഗറുകളിലൊക്കെ പോയി നമ്മളെ ലിവറിൽ പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുക. ഒരു സ്ഥലം ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ലിവറാണ്, എന്നാൽ മറ്റ് സ്ഥലം ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളാണ്. അതാണ് നമ്മൾ ഈ പറഞ്ഞ അഡിപ്പോസ് ടിഷ്യൂ അഥവാ ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സ്ഥലങ്ങൾ. അതോടെ ആ ഡെപ്പോസിഷൻ കൂടുന്നത് കൊണ്ടാണ് അമിതവണ്ണം വരുന്നത്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞല്ലോ തുടക്കത്തിൽ ഈ ജനറ്റിക് ആയിട്ടുള്ള കൊളസ്ട്രോളുകൾ ഉണ്ടാവും എന്നുള്ളത്. അങ്ങനെ കൊളസ്ട്രോളുകൾ ഉണ്ടോ ഇല്ലയെന്ന് അറിയാം, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും പ്രിക്കോഷൻ എടുക്കേണ്ടതുണ്ടാവും ഒരാൾക്ക്. ഇപ്പോൾ എൻ്റെ ഉപ്പാക്ക് കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു എങ്കിൽ ഞാൻ ചെറുപ്പം മുതലേ ആ കൊളസ്ട്രോൾ വരാതിരിക്കാനോ അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് എനിക്ക് കൊളസ്ട്രോൾ കിട്ടാതിരിക്കാനുള്ള എന്തെങ്കിലും പ്രിക്കോഷൻസ് ചെയ്യേണ്ടതുണ്ടോ? അതായത് നമ്മൾ ആദ്യം കൊളസ്ട്രോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം, എങ്ങനത്തെ കൊളസ്ട്രോളാണ്, മരുന്ന് കഴിച്ചിട്ട് ആ കൊളസ്ട്രോൾ കുറയുന്നുണ്ടോ. അതിനുള്ള ടെസ്റ്റുകളുണ്ട്, കുറച്ച് ഹൈ ലെവൽ ടെസ്റ്റുകളുണ്ട്. അതൊക്കെ ചെയ്തിട്ടാണ് നമ്മളത് അറിയാം. ബേസിക്കലി നമ്മൾ കൊളസ്ട്രോൾ കുറയ്ക്കുക എന്നുള്ളത് നമ്മൾക്ക് വളരെ സിമ്പിളായ കാര്യമാണ്. അതിനൊരുപാട് മെത്തേഡുകളുണ്ട്. ഇന്ന് ഏറ്റവും ആൾക്കാർ കൂടുതൽ ഫോളോ ചെയ്യുന്നത് മരുന്ന് കുടിച്ച് കുറക്കാനാണ്. ഈ മരുന്ന് കുടിച്ചിട്ടും കുറയാത്ത കൊളസ്ട്രോളുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ പല രീതികൾ മുന്നോട്ട് വെക്കുന്നത്. നമുക്ക് അതിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലാണ് കൊളസ്ട്രോൾ ഉണ്ടാവുക എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ എന്തൊക്കെ ശ്രദ്ധ ഒരു വ്യക്തി നിർവഹിക്കേണ്ടതുണ്ട് എന്നുള്ളത് ഒന്ന് പറയാമോ ഭക്ഷണത്തിൻ്റെ വിഷയത്തിൽ? അങ്ങനെ നിങ്ങൾ ആ ചോദ്യം ചോദിക്കുമ്പോൾ എനിക്ക് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഒരാൾക്ക് കൊളസ്ട്രോളിൻ്റെ മരുന്ന് കുടിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. അതായത് കൊളസ്ട്രോൾ മരുന്ന്, നമ്മൾ കോമൺ ആയിട്ട് കഴിക്കുന്ന മരുന്നുകൾ അലർജി ആണെങ്കിൽ അവർക്ക് കൊളസ്ട്രോളിൻ്റെ മരുന്ന് കുടിക്കാൻ പറ്റില്ല. അപ്പോൾ അവരെന്താണ് ചെയ്യുക? അപ്പോൾ ഡോക്ടറോട് ചോദിക്കും, ഇനി അടുത്ത സൊല്യൂഷൻ എന്താ ഡോക്ടറെ ചോദിക്കും. അവിടെയാണ്, അതായത് ഈ മരുന്നുകൾ അലർജി ആയവർക്ക് കണ്ടുപിടിച്ച ഒരു പ്രതിവിധിയാണ് ഭക്ഷണ രീതി.
അതായത് വളരെ എഫക്റ്റീവായ ഒരു ഭക്ഷണ രീതിയാണ്. പോർട്ട്ഫോളിയോ ഡയറ്റ് എന്നൊക്കെ പറയും അതിന്. അതിൽ പ്രധാനമായിട്ട് നമ്മൾ കൊളസ്ട്രോളിൻ്റെ അളവ് രക്തത്തിൽ കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മളെ മെയിൻ എയിം. അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന മെയിനായിട്ട് നമ്മൾ പറയുന്ന ഫസ്റ്റാണ് ലീഫി വെജിറ്റബിൾസ് ധാരാളമായി കഴിക്കുക. ലീഫി വെജിറ്റബിൾസ്, ആ ലീഫി വെജിറ്റബിൾസ് കഴിക്കുമ്പോഴുള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മളെ ബോഡിയിലെ കൊളസ്ട്രോള് ശരീരത്തിലെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത് ഒരു പരിധിവരെ ഈ സാധനം കുറക്കുന്നുണ്ട്. മരുന്ന് കുടിക്കാൻ പറ്റാത്ത അവസ്ഥ, അതായത് നമുക്കറിയാം അലർജി പോലുള്ളത് വന്നാൽ നമുക്ക് ആ മരുന്ന് കുടിക്കാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് എങ്ങനെ കൊളസ്ട്രോൾ കുറക്കാം എന്നുള്ളത്, അവിടെയാണ് നമ്മൾ ഈ ഒരു സയൻറ്റിഫിക് മെത്തേഡ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് പോർട്ട്ഫോളിയോ ഡയറ്റ് എന്നാണ് അതിന് പറയുന്നത്. പോർട്ട്ഫോളിയോ ഡയറ്റ് അതായത് അത് പ്യുവർലി വെജിറ്റേറിയൻ ഡയറ്റാണ്. പ്യുവർലി വെജിറ്റേറിയൻ ഡയറ്റ്. അതിൽ ഒന്നാമതായിട്ട് നമ്മൾ പറയുന്നത് പ്ലാന്റ് സ്റ്റിറോൾസ് എന്ന് പറഞ്ഞാൽ അത് മെയിൻലി അത് കൂടുതലുള്ള നട്ട്സുകൾ, ആൽമണ്ട്സുകൾ, അതുപോലെ ഇങ്ങനെയുള്ള സാധനങ്ങളാണ് അതിൽ കൂടുതലുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കൊളസ്ട്രോളിൻ്റെ ഡൈജഷനെ നമ്മൾ എന്താക്കുകയാണത് ഇൻഹിബിറ്റ് ചെയ്യാണ്, അതായത് ഡൈജഷൻ കുറയ്ക്കുകയാണ്. അപ്പോൾ കൊളസ്ട്രോൾ ഡൈജസ്റ്റ് ചെയ്യാതിരിക്കും. അപ്പോൾ കൊളസ്ട്രോൾ അത് നമുക്ക് നമ്മളെ രക്തത്തിലേക്ക് വരുന്നത് വളരെ കുറയാണ്. ഡൈജസ്റ്റ് ആയാലാണുള്ളത് രക്തത്തിലേക്ക് പകരുക അല്ലേ. പിന്നെ രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ കൊളസ്ട്രോൾ ട്രാപ്പിംഗ് ഫുഡ്സ് എന്നാണ് അതിന് പറയുന്നത്. അതായത് ബേസിക്കലി അത് സൊല്യൂബിൾ ഫൈബേഴ്സ് ആണ്. ബെസ്റ്റ് ഉദാഹരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓട്സ്, ബാർലി അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് നമ്മളെ കൊളസ്ട്രോളിൻ്റെ അബ്സോർപ്ഷനെ വളരെയധികം കുറയ്ക്കുകയാണ്. അതായത് ഒരാളുടെ ബോഡിയിൽ കൊളസ്ട്രോൾ ഇല്ല, കൊളസ്ട്രോളിനെ നമ്മൾ എന്താക്കുകയാണ് നമ്മുടെ സ്റ്റൂളിലൂടെ, അത് മലത്തിലൂടെ അത് നമുക്ക് പുറന്തള്ളുകയാണ്. അതായത് കൊളസ്ട്രോളിന് അത്രയും നമ്മുടെ രക്തത്തിൽ എത്തുന്നത് കുറയ്ക്കുകയാണ്. അതിൽ ബേസിക്കായി ഞാൻ പറഞ്ഞ മെയിൻ ആയിട്ടുള്ളതാണ് നമ്മൾ ഓട്സ്, ബാർലി, അതുപോലെയുള്ള സീരിയൽസ്, ഹോൾ സീരിയൽസ് ആയ സാധനങ്ങൾ. അപ്പം അങ്ങനെയുള്ള ഈ അലർജിയൊക്കെ ഉള്ള ആളുകൾക്ക് മറ്റുള്ള മത്സ്യങ്ങളോ മാംസമോ അങ്ങനെയുള്ളതൊക്കെ കഴിക്കാൻ പാടില്ല എന്നാണ് അല്ലേ? അല്ല, നമുക്ക് എല്ലാ ഭക്ഷണവും കഴിക്കാം. ആ ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ ഉപരി നമ്മൾ അത് എങ്ങനെ രീതിയിൽ കഴിക്കണം എന്നതാണ് അവിടെ ഇമ്പോർട്ടൻസ്. വേറെ ഒന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഈ പോർട്ട്ഫോളിയോ ഡയറ്റ് ഫോളോ ചെയ്യുന്ന ഒരാൾ ഒരു 4 മുതൽ 8 ആഴ്ച കൊണ്ട് തന്നെ സ്ലോലി നമ്മളുടെ ഡയറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റും. കൊളസ്ട്രോൾ മരുന്നില്ലാതെ തന്നെ നമുക്ക് കുറക്കാൻ പറ്റും. അതിൽ ബേസിക്കായിട്ട് ഞാൻ പറഞ്ഞില്ല, ഫസ്റ്റ് വൺ പ്ലാന്റ് സ്റ്റിറോൾസ്, സെക്കൻഡ് വൺ സൊല്യൂബിൾ ഫൈബേഴ്സ്. ഇത് രണ്ടുമാണ് നമ്മളെ ഡയറ്റിൽ മെയിനായിട്ട്. മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ പ്ലാന്റ് പ്രോട്ടീൻസ്. നമുക്ക് പ്രോട്ടീൻ വേണമല്ലോ നമ്മളെ ശരീരത്തിൽ. സാധാരണ നമുക്ക് റെഡ് മീറ്റുകളിലൂടെയാണ് പ്രോട്ടീൻ കിട്ടുന്നത്. അതിന് പകരം നമ്മൾ യൂഷ്വലി നമ്മൾ ഫോളോ ചെയ്യുന്നത് ഒന്നാണ് പ്ലാന്റ് പ്രോട്ടീൻസായ പയറുവർഗ്ഗങ്ങൾ, സോയ പ്രോട്ടീൻസ്. ഇതൊക്കെയാണ് ഏറ്റവും നല്ല പ്രോട്ടീൻസുകൾ. അപ്പോൾ ഇത് നമ്മുടെ ആ ഒരു പ്രോട്ടീൻ്റെ ആവശ്യകതയെ നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതാണ് ഈ പോർട്ട്ഫോളിയോ ഡയറ്റിൻ്റെ പ്രത്യേകത. അത് കഴിച്ചാൽ തന്നെ പിന്നെ ഒരു 4 ആഴ്ച കഴിയുമ്പോഴേക്കൊക്കെ തന്നെ കൊളസ്ട്രോൾ, 4 ആഴ്ചയല്ല, ഒരു 8 ആഴ്ച. പക്ഷേ ഇത് നമ്മൾ ഡയറ്റിൽ സ്ലോലി ആഡ് ചെയ്യാൻ പറ്റും. ഇതിപ്പം ഈ കൊളസ്ട്രോൾ ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിലും ഈ ഭക്ഷണശൈലി, ഈ രീതി ജീവിതത്തിൽ കൊണ്ടുകൊടുക്കുന്നത് അസുഖങ്ങൾ വരാതിരിക്കാൻ ഒരു ഇതാവും. വളരെയധികം നല്ലതാണ്. പുതിയ പഠനങ്ങൾ പറയുന്നത് അസുഖങ്ങൾ, അതായത് കമ്മ്യൂണിറ്റി മെഡിസിൻ അഥവാ പ്രിവെൻറ്റീവ് സോഷ്യൽ മെഡിസിൻ്റെ ഒരു കോൺസെപ്റ്റ് തന്നെ നമുക്ക് ഈ പറഞ്ഞ ജീവിതശൈലികളിലും ഉണ്ടാകുന്ന രോഗങ്ങൾ എങ്ങനെ വരാതിരിക്കാം എന്നില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന ഭക്ഷണ രീതികളും വ്യായാമങ്ങളും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഡോക്ടറെ, നമുക്ക് ഇപ്പോൾ ആളുകൾക്ക് ഒരു ശീലമുണ്ട്, നമ്മൾ പ്രത്യേകിച്ച് കേരളക്കാർക്കൊക്കെ എന്തായാലും രാവിലെ ദോശ, അരി കൊണ്ടുള്ള ദോശ, ഉച്ചയ്ക്ക് ഊണ് കഴിച്ചേ മതിയാവും അരി കൊണ്ടുള്ളത്. വൈകുന്നേരം ആകുമ്പോൾ ചിലപ്പം അരി കൊണ്ടുള്ള ഭക്ഷണം തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ ഗോതമ്പായിരിക്കാം. അപ്പോൾ ഇങ്ങനെ അരി ഭക്ഷണം കൂടുതൽ കഴിക്കുന്നതുകൊണ്ട് കൊളസ്ട്രോളിനും മറ്റേതെങ്കിലും അസുഖങ്ങൾക്കൊക്കെ അത് കാരണമാവുമോ അരി ഭക്ഷണം കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ? അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഷുഗർ, അതായത് അരി ഭക്ഷണങ്ങളും കൊളസ്ട്രോളൊക്കെ വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഈ പറയുന്ന ഷുഗറാണ് നമ്മളെ രക്തത്തിലെത്തുന്ന, ഈ ഷുഗറിനാണ് ട്രൈഗ്ലിസറൈഡ്, കൊളസ്ട്രോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മളെ ബോഡിയിൽ നിന്നാക്കുന്നത്. നമ്മുടെ നാട്ടിൽ റൈസ് 2 ടൈപ്പ് റൈസ് ആണുള്ളത്. ഒന്ന് വൈറ്റ് റൈസും ബ്രൗൺ റൈസും, അതായത് പോളിഷ്ഡ് റൈസ്, അൺപോളിഷ്ഡ് റൈസ്. ഈ വൈറ്റ് റൈസ് എന്ന് പറഞ്ഞത് നമ്മുടെ ഒരു 80 മുതൽ ഒരു 100 ഗ്രാം വരെ നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ പഞ്ചസാര കഴിക്കുന്ന അതേ എഫക്റ്റ് തന്നെ നമ്മളെ ബോഡിയിലുണ്ടാക്കും. പെട്ടെന്ന് നമ്മൾ ഷുഗർ സ്പൈക്കും ഇൻസുലിൻ സ്പൈക്കും ഉണ്ടാകുന്നു. ഈ ഇൻസുലിൻ സ്പൈക്ക് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഷുഗർ കൂടുമ്പോൾ നമ്മളെ ബോഡി അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ പാങ്ക്രിയാസ് ഒരുപാട് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇൻസുലിൻ്റെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്.
ഷുഗറിനെ നമ്മൾ കൊളസ്ട്രോൾ ആക്കിയിട്ട് ലിവറിൽ ഡെപ്പോസിറ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഈ വൈറ്റ് റൈസ് കഴിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഷുഗർ സ്പൈക്ക് വളരെ കൂടുതലായിരിക്കും. എന്നാൽ നേരെ മറിച്ച് ബ്രൗൺ റൈസ് എന്ന് പറഞ്ഞാൽ നമ്മളെ മട്ട റൈസ്, അതുപോലെ തവിട് കളയാത്ത റൈസിനാണ് നമ്മൾ അങ്ങനെ പറയാം. അപ്പോൾ അതിന് ഗ്ലൈസീമിക് ഇൻഡെക്സ്, അതായത് ഒരു എമൗണ്ട് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഷുഗറിൻ്റെ അളവ് കുറവാണ്. അപ്പോൾ അതാണ് അതുകൊണ്ടുള്ള ബെനിഫിറ്റ്. അപ്പോൾ ഈ ഭക്ഷണ രീതിയെക്കുറിച്ച് നമ്മളിപ്പോൾ പറഞ്ഞു. ഇനി എക്സസൈസ് ഞാൻ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ആൾക്കാർ കൊളസ്ട്രോളിനെ നമ്മൾ ഓടി തോൽപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ എക്സസൈസും കൊളസ്ട്രോളും തമ്മിലുള്ള ബന്ധം എങ്ങനെയത് നമ്മൾ വീട്ടിൽ ചില അപ്പോൾ പറഞ്ഞാൽ ഞാൻ വീട്ടിലെ ജോലി എടുക്കുന്നില്ലേ, എനിക്ക് ഇനി എന്തിനാ എക്സസൈസ് എന്നൊക്കെ പറയും. ഈ എക്സസൈസും കൊളസ്ട്രോളും നമ്മൾ എക്സസൈസ് എങ്ങനെ ചെയ്യണം, കൊളസ്ട്രോളും തമ്മിലുള്ള ബന്ധം എന്താണ്? നമ്മൾ വീട്ടിലെ ജോലി എന്ന് പറഞ്ഞാൽ നമ്മൾക്കധികം ഭാരമില്ലാത്ത ജോലിയാണ്, നമ്മൾ നിന്ന് ചെയ്യുന്ന ജോലികളാണ്. എന്നാൽ നമ്മൾ എക്സസൈസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഹൈ ഇൻറ്റൻസിറ്റി എക്സസൈസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ലോ ഇൻറ്റൻസിറ്റിയിൽ ചെയ്യുന്ന എക്സസൈസ്. ഹൈ ഇൻറ്റൻസിറ്റി എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് നല്ല വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ പ്രായമായാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ എക്സസൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവരോട് പറയുന്നത് നിങ്ങൾ ഡെയിലി ഒരു 30 minutes ഒരു വാക്കിംഗ്. അതുകൊണ്ട് നമുക്കുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ സ്റ്റോർ ചെയ്ത കൊളസ്ട്രോൾ അത് യൂട്ടിലൈസ് ചെയ്യാണ്, എനർജി ആക്കാൻ വേണ്ടി നമ്മളത് യൂട്ടിലൈസ് ചെയ്യാണ്. അത്രയും നമ്മുടെ ബോഡിയിൽ അപ്പോൾ കൊളസ്ട്രോൾ കുറഞ്ഞു വരികയാണ്. അതാണ് അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ. പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് എല്ലാ ഭാഗത്തേക്കും രക്തോട്ടം കൂടും. രക്തോട്ടം കൂടുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിക് റേറ്റ് കൂടും. ഇതൊക്കെ നമ്മളുടെ ദഹനത്തെയും അതുപോലെ നമ്മുടെ എല്ലാവിധ രക്തക്കുഴലുകളുടെ ആരോഗ്യത്തെയും എല്ലാം നമ്മളെ വളരെയധികം സ്വാധീനിക്കുന്ന ഒന്നാണ് നമ്മളുടെ വ്യായാമങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മൾ പല ആൾക്കാരിലും വ്യായാമം എന്നൊരു ട്രെൻഡി ആയിട്ട് മാറാനുള്ള കാരണം തന്നെ ആൾക്കാർക്ക് ആ ഒരു ബോധം ഉള്ളതുകൊണ്ടാണ്. പണ്ട് വ്യായാമത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല, നല്ലോണം അധ്വാനിച്ചിരുന്ന ആളുകൾ. അപ്പോൾ പിന്നെ കൊളസ്ട്രോളൊന്നും അത് കാരണം തന്നെ വരാതിരിക്കും. അതായത് പണ്ട് നമ്മൾ അവിടെ ഒരു പോയിന്റ്, പണ്ട് കാലത്തുള്ള അവർ റൈസ് നമ്മളാക്കാണ് കൂടുതൽ കഴിക്കുന്നത്, അതുപോലെ അവർ അത് ഉപയോഗിച്ച് തീർക്കുകയാണ്. ഉപയോഗിച്ച് തീർക്കുകയെന്ന് പറഞ്ഞാൽ അവർ അധ്വാനിച്ച് തീർക്കുകയാണ്. എന്നാൽ നമ്മളെ സംബന്ധിച്ചോളം അങ്ങനെയല്ല. നമ്മൾ സെഡൻറ്ററി ലൈഫ് സ്റ്റൈലാണ് കൂടുതൽ ആൾക്കാർക്കും. ഇപ്പം ഒരു ഓഫീസ് ജോലിയിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം രാവിലെ 9 മണിക്ക് ഓഫീസിലെത്തുന്നു, കഴിച്ച് വൈകുന്നേരം 6 മണി 7 മണിക്ക് വീട്ടിലെത്തുന്നു. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം ഉച്ചയ്ക്ക് ലഞ്ച് റൈസാണ് കഴിക്കുന്നത്, രാത്രി റൈസാണ് കഴിക്കുന്നത്. അങ്ങനെയുള്ള ഭക്ഷണശീലങ്ങൾ ഉണ്ടായിട്ടും നമുക്ക് എക്സസൈസ് പോലത്തുള്ള കാര്യങ്ങളില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു പരിധി കഴിഞ്ഞാൽ നമുക്ക് ഷുഗർ രോഗിയാവും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ നമ്മൾ കൊളസ്ട്രോളിൻ്റെ കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ സംസാരിച്ചത്. ഇവിടെ ചോദ്യങ്ങൾ കുറേ വന്നിട്ടുണ്ട്. ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് മറ്റൊരു പ്രോഗ്രാമിൽ വെച്ച് നമുക്ക് ഇതിൻ്റെ ബാക്കി ചോദ്യങ്ങൾക്ക് മറുപടി പറയാം. എന്തായാലും ഈ ഒരു സ്റ്റുഡിയോയിൽ വരാനും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാനും ഡോക്ടർ കാണിച്ച മനസ്സിന് അള്ളാഹു താങ്കൾക്ക് പ്രതിഫലം നൽകട്ടെ എന്ന് പറയുന്നു. ഇപ്പോൾ ഇതിൽ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുള്ളത്, ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യം ഒക്കെ പറഞ്ഞപ്പോഴും നമുക്കൊരു ഇസ്ലാമിക ഇതിൽ നോക്കുമ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ 1/3 കഴിക്കാവുള്ളൂ, ഭക്ഷണം വളരെ കുറച്ച് കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അത് കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഒരുവിധം അസുഖങ്ങളൊന്നും വരില്ല അല്ലേ? എന്തായാലും ഡോക്ടർ ഈ കൊളസ്ട്രോളുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണ്ടായിരിക്കട്ടെ. നമുക്ക് ഈ പങ്ക്തി ഇവിടെ നിർത്തുകയാണ്. ഇനി മറ്റൊരു സന്ദർഭത്തിൽ വേറൊരു വിഷയമായി നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.